കഴിഞ്ഞ തവണ ചിതൽപുറ്റ് എവിടെ കണ്ടാലും വെട്ടിക്കൊണ്ടുപോയി വീട്ടിൽ സൂക്ഷിച്ചേക്കൂ എന്ന് പറഞ്ഞ വീഡിയോ ആയിരുന്നു ചെയ്തത്. ആ വീഡിയോ 24 മണിക്കൂർ കൊണ്ട് 2 മില്യൺ കടന്നൊരു വീഡിയോ ആയിരുന്നു. അതിൽ ഒരുപാട് ആൾക്കാർ ചീത്ത പറഞ്ഞ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുമുണ്ട്. അവർക്കെല്ലാവർക്കും ഒരുപാട് സ്നേഹം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇത്തവണ മണ്ണിൻ്റെ ചികിത്സ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. മണ്ണിനെ കൊണ്ട് പ്രകൃതി ചികിത്സ, ഇത് അറിയുന്നവർ ഒരുപാടുണ്ടാവും. അവരറിയാത്ത മാതിരി നടിച്ചിട്ട് നെഗറ്റീവ് കമൻ്റൊക്കെ ഇടാൻ വരും. അതൊന്നും എനിക്ക് വിഷയമല്ല. പക്ഷേ നമ്മുടെ പ്രകൃതി നമുക്ക് തരുന്ന, കനിഞ്ഞ് അനുഗ്രഹിച്ച് തരുന്ന ചില ചികിത്സാ രീതികളുണ്ട്, പ്രകൃതി ചികിത്സാ രീതികൾ. ആ ഒരു രീതിയെക്കുറിച്ച് കൂടിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇതും മണ്ണിൻ്റെ ചികിത്സ തന്നെയാണ്. ഇപ്പം മണ്ണിൻ്റെ ചികിത്സ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ കളിയാക്കാനൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ കഴിഞ്ഞ വർഷം മലയാളത്തിലെ ഒരു നടിയും നടനും ഒക്കെ ഈ മണ്ണ് ശരീരത്തിൽ മൊത്തം തേച്ചിട്ടുള്ള ചികിത്സയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയൊന്നും ആരും പറയില്ല. ഞാൻ ചെയ്യുമ്പോൾ എല്ലാവരും നെഗറ്റീവ് പറയാനുണ്ടാവും. ഇത്തവണ പറയാൻ പോകുന്നത് നമ്മുടെ ഉറുമ്പ് ശേഖരിക്കുന്ന മണ്ണ്, ഉറുമ്പിന് കൂട് കൂട്ടാൻ വേണ്ടിയിട്ട് ഉറുമ്പ് ഭൂമിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് പുറത്തേക്ക് ഇങ്ങനെ എടുത്ത് കൊണ്ടുപോയി ഇടും. അത് നല്ല റൗണ്ടായിട്ട് നല്ല സ്റ്റൈലായിട്ടുണ്ടാകും. ആ മണ്ണ് എടുത്ത് കൊണ്ടുപോയിട്ട് വീട്ടിൽ സൂക്ഷിക്കുക. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ മൊത്തം തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കാം, അത് ഉണങ്ങിക്കഴിഞ്ഞാൽ കുളിക്കാം. അതേപോലെ തന്നെ ഈ വേദനകളുണ്ടല്ലോ, ഈ നീർക്കെട്ട് മൂലം ഉണ്ടാകുന്ന വേദനകൾ, മുട്ടുവേദന, കാലിൻ്റെ ഉപ്പൂറ്റി വേദന, അതുപോലെ കൈമുട്ട് വേദന, അങ്ങനെ പല വേദനയും ഉണ്ടല്ലോ. അപ്പോൾ അതിനെല്ലാം നല്ലൊരു ചികിത്സയാണ്. ഇത് പണ്ട് മുതലേ ഇങ്ങനെ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ ഇതറിയാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് 9 വർഷം മുമ്പ് എൻ്റെ മുട്ട് മാറ്റി വെക്കണം എന്ന് പറഞ്ഞ ഒരു സംഭവം. അപ്പോൾ ഞാൻ ചില സമയത്ത് ഇതൊക്കെ ചെയ്തിട്ടാണ് എനിക്കൊരു പ്രശ്നമില്ല, അത് മുട്ടിനോ അല്ലെങ്കിൽ കൈയിൻ്റെ മുട്ടിനോ അല്ലെങ്കിൽ നടുവിനോ ഒന്നുമില്ലാത്തത്. ബാക്കി ഉള്ളിലുള്ള കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെ ഉണ്ടാവുന്നൊന്നും. പക്ഷേ ഈ ഒരു സാധനം ഇത് കിട്ടാൻ വലിയ പാടാണ്. നമ്മുടെ എല്ലാം വീട്ടുപറമ്പിൽ തന്നെ ഉണ്ടാവും. ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് അലിഞ്ഞു പോവുക ചെയ്യുക. നല്ല ഈർപ്പമുള്ള സ്ഥലത്ത്, റബ്ബർ തോട്ടത്തിലും അതുപോലെ അങ്ങനെ പല ഈ കവുങ്ങൻ തോട്ടത്തിൽ ഇവിടെയൊക്കെ കാണാം ഈ മണ്ണ്, കട്ടുറുമ്പ് കൊണ്ടിട്ട മണ്ണ്. അപ്പോൾ ഈ വീഡിയോയിൽ ആ സാധനം കാണുന്നുണ്ട്. അതെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് സൂക്ഷിക്കുക. ഇതേ പ്രോസസ്സ് തന്നെയാണ് മറ്റേ പുറ്റുമണ്ണ്, ചിതൽപുറ്റ് മണ്ണിനെ കൊണ്ട് പറഞ്ഞ അതേ പ്രോസസ്സ് തന്നെയാണ്. ഒന്നുകിൽ പഴയ കഞ്ഞിവെള്ളം, അല്ല എങ്കിൽ ഈ അരി കഴുകിയ വെള്ളം ഉണ്ടാവുമല്ലോ, ഇന്നലെ അരി കഴുകിയ വെള്ളം ഇന്ന് അതെടുത്തിട്ട് അതിൽ മിക്സ് ചെയ്ത് കുഴമ്പ് പോലെ ആക്കിയിട്ട് അത് പുരട്ടുക. ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ഒന്നുകിൽ കുളിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാം. ഉണങ്ങിക്കഴിഞ്ഞാൽ അത് കഴുകിക്കളയുക. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു പ്രകൃതി ചികിത്സയെപ്പറ്റി ഉള്ള നിങ്ങൾക്കുള്ള അറിവ് പകർന്നു തരാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന് തന്നെ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് തീർച്ചയായിട്ടും ഉണ്ടാവും. മറ്റൊരു കാര്യം എൻ്റെ അനിയൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, അറിയുന്നവരോട് പറയേണ്ട കാര്യമില്ല, അറിയാത്തവരോട് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന്. അതേപോലെ തന്നെ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിക്കുന്ന ആൾക്കാരുണ്ടാവും. ആനയെ കണ്ടാൽ പറയും ഇതെന്താ ഇത്രയും വലിയൊരു പശു എന്ന് പറയും. അതുപോലെ തന്നെ കടൽ കണ്ടാൽ പറയും ഇതെന്താ ഇത്രയും വലിയൊരു തോട്, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ടാവും. എന്തായാലും ഈ ഒരു ഉറുമ്പിൻ്റെ മണ്ണ് പറ്റുമെങ്കിൽ നിങ്ങളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം ഒരുപാട് ആൾക്കാർക്ക് പല ബുദ്ധിമുട്ടും ഉണ്ടാവും. ഈ ഹോസ്പിറ്റലിൽ പോകാനോ ചികിത്സ തേടാനോ ഉള്ള പൈസ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കെല്ലാം വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ചിലപ്പോൾ 2 മില്യൺ 3 മില്യൺ 5 മില്യൺ ആൾക്കാരായിരിക്കും കാണുക. ഒരു 10 പേർക്ക് ഇതിനെ കൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലപ്പുറം വേറെ എന്താ വേണ്ടത്. എന്തായാലും എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് ചെയ്ത് നോക്കുക കേട്ടോ.